കാരണം നിരവധി പേര് ഈ പറയുന്ന പോലെ ദുരിതത്തിലകപ്പെട്ടവരൊക്കെ ഉണ്ട്, അവർക്ക് ബാങ്ക് വായ്പകളുണ്ട്. ആ വായ്പ എഴുതിത്തള്ളാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതിൽ ഒരുപാട് സമയം കൊടുത്തു. ഈ കേസ് എടുത്തതിന് ശേഷം ഇപ്പം 14 മാസമല്ല, ഒരു 12 മാസമെങ്കിലുമായി കാണും കേസ് നടക്കാൻ തുടങ്ങിയിട്ട് ഹൈക്കോടതിയിൽ. ഓരോ തവണ ചോദിക്കുമ്പോഴും ഈ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ സമയം വേണം, കേന്ദ്രത്തോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം കോടതി എന്താ പറയുക, ഒരു ഇത് കൊടുത്തു, വാണിംഗ് കൊടുത്തു, അവസാന സമയം എന്നുള്ള നിലയിൽ ഒരു വാണിംഗ് കൊടുത്തു. അപ്പോഴിന്ന് ഇപ്പൊ അല്പം മുമ്പാണ് അവർ അതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം കൊടുക്കുന്നത്. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേരളത്തിലെ അല്ലെങ്കിൽ ആ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ നെഞ്ചത്തടിക്കുന്ന തരത്തില് ആ വായ്പ എഴുതിത്തള്ളാൻ പറ്റില്ല, അത്തരം ഒരു നിയമം തങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ആ വിഷയത്തിലും സ്വീകരിച്ചിരിക്കുകയാണ്. അതിനിപ്പോ ഹൈക്കോടതി എന്താണ് ആ വിഷയത്തിൽ ഒരു നടപടി എടുക്കുക അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തോട് അങ്ങേയറ്റത്തെ ഒരു എന്താ പറയുക പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഒരു പക്ഷേ അതായിരിക്കും അവർ ചിന്തിക്കുന്നത്, ഈ രാഷ്ട്രീയപരമായിട്ട് തങ്ങൾക്ക് കേരളത്തിൽ നിന്നും ഒന്നും ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ ഞങ്ങളെ അതാണല്ലോ കേരളത്തിൽ നിന്നുള്ള പല നേതാക്കന്മാരും പറയുന്നത് അങ്ങനെയാണല്ലോ. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലല്ലോ ഇവിടെ കേരളം ഭരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കൂ. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ സഹായം ലഭിക്കുകയുള്ളൂ എന്ന് വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്, ഒരു വികേന്ദ്രീകൃതമൊക്കെ ആയിട്ടുള്ള ഒരു രാജ്യത്തില് അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. 28 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെയുണ്ട്. ഈ സംസ്ഥാനങ്ങളെ എല്ലാം തന്നെ ഒന്നായിട്ട് കാണേണ്ടതാണ് ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്.